മദീനയിൽ അപകടത്തിൽ മരിച്ച മലയാളി കുടുംബത്തിന്റെ ബന്ധുക്കൾ ഇന്ന് വൈകിട്ട് നെടുമ്പാശ്ശേരിയിൽ നിന്ന് സൗദിയിലേക്ക് പുറപ്പെടും. 3 മക്കളും സഹോദരിമാരും അടക്കം 7 പേരാണ് പോകുന്നത്. അപകടത്തിൽ മരിച്ചവരുടെ ഖബറടക്കം മദീനയിൽ നടക്കും. മദീനയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട മലപ്പുറം സ്വദേശി വെള്ളില സ്വദേശിയായ ജലീലിന്റെ കളത്തിൽ ജലീലിന്റെ വീട്ടുപരിസരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹം വെള്ളില സ്വദേശിയാണെങ്കിലും ഇപ്പം മങ്കടക്കടുത്ത് തിരൂർക്കാടിനടുത്ത് തോണിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട് ഇപ്പം അദ്ദേഹത്തിന്റെ ബന്ധുക്കളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയോട് കൂടിയാണ് ഈ വിവരം നാട്ടിൽ അറിയുന്നത്. നേരത്തെ അപകടപ്പെട്ടായെന്ന് വിവരം അറിഞ്ഞെങ്കിലും അത് ആരായിരുന്നു എന്ന് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇന്നലെയാണ് ആ വിവരം അറിയുന്നത്. ജലീലിന്റെ ഭാര്യ, ഉമ്മ, മകൻ ഉൾപ്പെടെ മരിച്ചു. മറ്റു 3 മക്കൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ്. വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ടായിരുന്ന 3 മക്കളും മറ്റു സഹോദരിമാരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ മദീനയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇവിടുത്തെ ബന്ധുക്കളായിട്ടുള്ള ആളുകളൊക്കെ നമ്മളൊപ്പം ചേരുന്നു. ബന്ധുവാണ്? ബന്ധുവാണ്. അവസാനമായിട്ട് ഇപ്പോൾ പോയിട്ട് 1.5 മാസമായി. ലാസ്റ്റ് പോയത് അവിടെ തന്നെ ആയിരുന്നു ആദ്യം. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് നാട്ടിൽ വരും പോവും അങ്ങനെയായിരുന്നു ബിസിനസ്. ഒരു 25 വർഷമായി പോലെ തുടങ്ങിയിട്ട്, മൊത്തത്തിൽ പോലെ തുടങ്ങിയിട്ട് സ്വന്തം പ്രയത്നത്തിലൂടെ അങ്ങനെ ഒരു ബിസിനസ് ഇത് പിന്നെ കെട്ടിപ്പടുത്ത ആളാണ്. നല്ല ആക്റ്റീവായിരുന്നു, എല്ലാ കാര്യത്തിലും ആക്റ്റീവായിരുന്നു. അവിടെ KMCC പ്രവർത്തകനാണ്. എല്ലാ രംഗത്തും സജീവമായിരുന്നു. ഉമ്മയെ ഇപ്പോൾ അടുത്താണ് കൊണ്ടുപോയത്? ഉമ്മ കൊണ്ടുപോയിട്ട് ഇപ്പോൾ 1.5 മാസമായിട്ടുള്ളൂ. 1.5 മാസമായിട്ട് പോരും. കുടുംബമൊക്കെ നേരത്തെ അവിടെ തന്നെ ആയിരുന്നു? ആദ്യം അവിടെ ആയിരുന്നു, പിന്നെ അവര് നാട്ടിൽ സെറ്റിലായി. ഇപ്പൊ പിന്നെ വീണ്ടും പിന്നെ ഒരു 1.5 മാസമായിട്ട് പിന്നെ വീണ്ടും പോയതാണ്. ഇപ്പോ ഈ 3 മക്കളാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കി മക്കൾ ഇവിടെ തന്നെ ആയിരുന്നു അല്ലേ? 4 മക്കൾ അവിടെ. 4 മക്കൾ, ഒരു മോനും 3 പെൺകുട്ടികളും. അതിലിപ്പോ ഒരു മോനാണ് മരിച്ചത് അവിടെ. മറ്റു കുട്ടികളുടെ ഒരു കുട്ടി കുഴപ്പമൊന്നുമില്ല, പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുണ്ട്. 2 കുട്ടികൾ ചെറിയൊരു ഇതുണ്ട്. 2 കുട്ടികൾക്ക് ചെറിയൊരു പിന്നെ പരിക്ക് പോലെ ഉണ്ട്, അത്രേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത്. എപ്പോഴാണ് നമ്മൾ വിവരം അറിയുന്നത്? ഇന്നലെ വൈകുന്നേരം ഒരു 7 മണി 8 മണി ആ സമയത്തൊക്കെയാണ് വിവരം അറിയുന്നത്. വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നാട്ടിൽ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.